ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ഷർട്ട് വാങ്ങിക്കണം. താനെന്താ ഇനി മുതൽ ഷർട്ട് ഇട്ടെടുക്കാൻ പോണോ? എനിക്കല്ലടോ, എന്റെ ഒരു ബോയ് ഫ്രണ്ടിനാ. ബോയ് ഫ്രണ്ടോ? തനിക്ക് അതിന് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ആരാത്? എനിക്കെന്താ ആയിക്കൂടെ? തന്റെ നിഴൽ പോലും തന്നെ വിട്ടുപോകുന്ന ഇരുട്ടിലും വെളിച്ചമായി തന്റെ ഒപ്പം ഞാനുണ്ടാവും. കാറ്റടിച്ചുടയാൻ താൻ വെറും ഒരു കരിയിലയല്ല. ഈ ലോകം മുഴുവൻ തനിക്കെതിരെ വിരൽ ചൂണ്ടിയാലും ആ വിരലുകളെ തടയാൻ എന്റെ ഈ കൈകളുണ്ടാവും. സൂര്യനെ നോക്കി കുരയ്ക്കുന്നവർക്ക് അറിയില്ലല്ലോ സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നതെന്ന്. തന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും കാലം മറുപടി പറയും. ഒരു കാര്യത്തിനും താൻ കരയരുത്. അങ്ങനെ കരഞ്ഞ ഈ പ്രപഞ്ചം തന്നെ നിശ്ചലമാവും. ഒന്ന് നിർത്തടോ. താൻ എന്തൊക്കെ പറയുന്നേ? കുറച്ച് മോട്ടിവേഷൻ. മാങ്ങാ തൊലി. ഇതൊക്കെ കേട്ടിട്ട് എന്റെ തൊലി ഉരിയുന്നു. രാജാപ്പാട്ട് ഡയലോഗും കൊണ്ട് ഇറങ്ങിയേക്കുവാ. തന്റെ വിഷമം മാറുന്നതാ ഞാൻ കരുതിയുള്ളൂ. വിഷമം മാറി, ഇപ്പൊ ദേഷ്യവാ. അല്ല, തന്നോടാരാ പറഞ്ഞത് ഞാൻ വിഷമിച്ചിരിക്കുവന്ന്? ചന്ദ്രാമ. അത് ചന്ദ്രാമയ്ക്ക് തോന്നിയതാവും. എനിക്ക് ഒരു വിഷമവും ഇല്ല. അപ്പോ നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ? എന്ത് പ്രശ്നം? ആ ഐശ്വര്യ മാഡം മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാ അതൊക്കെ. ഞാനും അമ്മയും ചന്ദ്രാമ്മയും ഒക്കെ നല്ല ഭക്ഷണം തന്നെയാ ഉണ്ടാക്കുന്നത്. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. രമാ മാഡം വരെ അതാ കഴിച്ചത്. പിന്നെ അവരുടെ മരുമകളെ കുറ്റം പറയില്ലല്ലോ. പാവം ഞങ്ങളെയല്ലേ പറയൂ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ എന്റെ മോട്ടിവേഷൻ ഏറ്റു. ഈ സ്പിരിറ്റ് കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. എന്തോന്ന് പറഞ്ഞത്? ഞാൻ കരഞ്ഞ പ്രപഞ്ചം പോലും നിശ്ചലാവൂന്നോ? അല്ല, ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നേ? 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫിലുള്ളതാ. നല്ല ഫ്രഷ് സാധനം. ഇക്കാലത്ത് പറയാൻ പറ്റിയ ഡയലോഗ്. പോ പോ പോ. ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട്. വരുന്നെങ്കി വാ, നല്ല കുഴിമന്തി വാങ്ങിത്തരാം. പുറത്തേക്ക് പോകുന്നുണ്ടോ? മന്തിയൊന്നും വേണ്ട, എനിക്കും വരണമായിരുന്നു. ഒരു ഷർട്ട് വാങ്ങിക്കണം. താനെന്താ ഇനി മുതൽ ഷർട്ട് ഇട്ടെടുക്കാൻ പോണോ? എനിക്കല്ലടോ, എന്റെ ഒരു ബോയ് ഫ്രണ്ടിനാ. ബോയ് ഫ്രണ്ടോ? തനിക്ക് അതിന് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ആരാത്? എനിക്കെന്താ ആയിക്കൂടെ? ആരാന്നൊക്കെ ചോദിച്ചാ ഒരു ദിവസം ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പൊ എന്നെ ഇത്ര നാളും പറ്റിക്കായിരുന്നല്ലേ? ഞാനെന്ത് പറ്റിച്ചു? താൻ എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കാം അവനൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കണോന്ന്. ഇന്ന് നമുക്ക് പോയി വാങ്ങിച്ചാലോ? ഓ, അതങ്ങനെ തന്നെ വേണമല്ലോ. എന്റെ ഹൃദയം ഒരു ശവപ്പറമ്പായി മാറ്റുക. ഞാനും താനും തമ്മിലുള്ള ഓർമ്മകളെല്ലാം ആ ശവപ്പറമ്പിലിട്ട് മൂടുകയാൻ. പക്ഷെ എത്ര കുഴിച്ചു മൂടിയാലും തന്റെ ഓർമ്മകളെല്ലാം ആ മണ്ണിൽ നിന്ന് ഒരു തുളസിത്തൈ പോലെ മുളച്ചു വരും. തന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ ഓർമ്മകളെ ഞാൻ ബലി നൽകുന്നു. അതെ, ഇമാതിരി ഓട്ടോഗ്രാഫ് ഡയലോഗ് ഇനി അടിച്ചാ തോന്റെ ഓട്ടോഗ്രാഫ് വലിച്ചു കീറി ഞാൻ അടുപ്പിലിടും. വരുന്നെങ്കി വാ, പോയിട്ട് വരാം. എനിക്ക് വേറൊരു അത്യാവശ്യമുണ്ട്. ഞാൻ വരുന്നില്ല. ആ അത്യാവശ്യമൊക്കെ ഷർട്ട് വാങ്ങിച്ചതിന് ശേഷം മതി. ഇപ്പൊ താൻ വാ. കരയരുത് കണ്ണേ. നീ ഒഴുകിയ അവളുടെ മുഖം മങ്ങിപ്പോവും.
ഇതാര്? ലക്ഷ്മി ചേച്ചിയോ? തുറക്ക്. തുറക്കാൻ ചേച്ചി. ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. തുറക്കടോ. ആ ശരി ചേച്ചി. ഡോ. ഇങ്ങ് വാ. തന്നെ ഇങ്ങ് വാ. ഇതാ വരുന്നു ചേച്ചി. എന്താ ചേച്ചി? തന്റെ പേരെന്താ? ഷൈൻ. ഷൈൻ. ഷൈൻ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? ഏകദേശം 10-12 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ചേച്ചി. 10-12 വർഷമായി. എന്നിട്ടിപ്പോഴും മാനേഴ്സ് അറിയില്ല? ഈ കമ്പനി സിഇഒ രമാദേവി ഇങ്ങോട്ട് വരുമ്പോ താൻ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യാറ്? നടു വളഞ്ഞു നിന്നൊരു നമസ്കാരം പറയില്ലേ? കൂടെ ഒരു സല്യൂട്ടും. ഓ ചേച്ചി. എന്നെ കാണുമ്പോ പിന്നെന്താ തനിക്കത് പറ്റാത്തെ? ദേ, മുന്നേ വെച്ചുള്ള ശീലം കൊണ്ടാണെങ്കിൽ ഇന്നു മുതൽ അത് മാറ്റിക്കോണം. ശരി. ഇപ്പോ ഞാൻ ഈ കമ്പനിയുടെ സിഇഒ അർജുന്റെ ഭാര്യ, മിസ്സസ് അർജുൻ എന്ന് പറഞ്ഞാൽ മുതലാളിക്ക് തുല്യം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി ചേച്ചി. ഹേയ്, ചേച്ചിയോ? ജസ്റ്റ് കോൾ മീ മാഡം. ഐശ്വര്യ ലക്ഷ്മി മാഡം. ശരി മാഡം. ദേ, ഇനി ഒരിക്കൽ കൂടി എനിക്കിത് പറയേണ്ടി വന്ന എന്താ അനുഭവം എന്നറിയോ? സസ്പെൻഷൻ. റോങ്. ഡിസ്മിസൽ. എങ്കിൽ ഇനിയൊന്ന് സല്യൂട്ട് ചെയ്തേ. ഗുഡ്. ശരി മാഡം. ഷൈൻ ഒരുപാട് ഷൈൻ ചെയ്യരുത് കേട്ടോ. മാറിക്കിട അവിടെ നിന്ന്. ഇത്രയും നാള് ഈ ഓഫീസിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവിടെയുള്ളവരിൽ ഒരാളായിരുന്ന ഞാൻ ഇന്ന് സിഇഒയുടെ ഭാര്യ. എന്നെ കാണുമ്പോ എല്ലാവരുടെയും കണ്ണിലുള്ള ഭയഭക്തി ബഹുമാനം നേരിട്ടൊന്ന് ഫീൽ ചെയ്യണം.